തേജോമയനുമായ നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ കർത്തൃ ദിവസത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. സങ്കീർത്തനം 22:29 വാക്യം. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും, പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവന്റെ മുമ്പാകെ കുമ്പിടും, തന്റെ പ്രാണനെ രക്ഷിക്കുവാൻ കഴിയാത്തവനും കൂടെ. ഇവിടെ ആരാധനയുടെ ഒരു ചിത്രം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവസാനമായി നാം വായിച്ചത് തന്റെ പ്രാണനെ രക്ഷിക്കുവാൻ കഴിയാത്തവനും കൂടെ ദൈവത്തെ സ്തുതിക്കും, അവന്റെ മുമ്പാകെ കുമ്പിടും എന്നുള്ളതാണ്. ഈ സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇതൊരു മശീഹ സങ്കീർത്തനമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിധം വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് ഇത്. ഇവിടെ സങ്കീർത്തനം ആരംഭിക്കുന്നത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിന്റെ സമയത്ത് താൻ അനുഭവിച്ച കഷ്ടങ്ങളുടെ ഒരു മനോഹരമായ ചിത്രീകരണം ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ സങ്കീർത്തനത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ പുകഴ്ത്തുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഗ്രഹീതമായ കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ അതിൻ്റെ 26 വാക്യത്തിൽ നാം വായിക്കുന്നു, എളിയവർ തിന്ന് തൃപ്തന്മാരാകും, യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. The afflicted will eat and be satisfied. Those who seek him will praise the Lord. Let your heart live forever. ഇവിടെ നാം കാണുന്നത് എളിയവർ തിന്നു തൃപ്തന്മാരാകും എന്ന് പറഞ്ഞിരിക്കുന്നത് the afflicted will eat and be satisfied എന്നാണ്. കഷ്ടത അനുഭവിക്കുന്ന, വളരെ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി, പീഡയിലൂടെ കടന്നുപോയ ഒരു ജനതതി, അവർ തിന്ന് തൃപ്തന്മാരാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് അവർ. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. അപ്പോൾ അവരുടെ കഷ്ടതയുടെ നടുവിൽ അവർ യഹോവയോട് നിലവിളിച്ചത് കൊണ്ട്, അവരുടെ പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ അവർ ദൈവത്തോട് നിലവിളിച്ചത് കൊണ്ട് അവൻ അവർക്ക് സമൃദ്ധിയായി നൽകി സംതൃപ്തി ഉള്ളവരാക്കി അവരെ തീർത്തു. അതുകൊണ്ട് എളിയവർ തിന്ന് തൃപ്തന്മാരാകും എന്ന് നാം കാണുന്നു. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാണ് നമുക്ക് സംതൃപ്തി നൽകുന്നത്, ദൈവമാണ് നമ്മെ പോഷിപ്പിക്കുന്നത് എന്നുള്ളത് നാം ഇവിടെ നിന്ന് കാണുന്നു. അതുകൊണ്ട് ആ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് തൃപ്തന്മാരായി ദൈവത്തെ സ്തുതിക്കുന്നത്. അവർ ദൈവത്തെ ആരാധിക്കുന്നതിന് മനോഹര ചിത്രമാണ് നാം കാണുന്നത്. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ച് ആരാധിക്കും. All the prosperous of the earth will eat and worship. അപ്പോൾ ഭൂമിയിൽ ഇവരൊക്കെ പ്രോസ്പറസ് ആയത്, സമൃദ്ധിയുള്ളവരായത്, പുഷ്ടിയുള്ളവരായത് എങ്ങനെയാണ്? ദൈവം അവർക്ക് അത് നൽകിയതാണ്. അപ്പോൾ ഭൂമിയിൽ ദൈവത്താൽ സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെട്ടവർ, ഭൂമിയിൽ പുഷ്ടിയുള്ളവർ ഭക്ഷിച്ചാരാധിക്കും. അപ്പോൾ അവർ തിന്ന് തൃപ്തന്മാരായി സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ്. അവരാരായിരുന്നു? They were afflicted. അവർ ശരിക്കും പീഡിപ്പിക്കപ്പെട്ടവരാണ്, കഷ്ടത അനുഭവിച്ചവരാണ്, എളിയവരായിരുന്നു. അവരാണ് ഇപ്പോൾ സംതൃപ്തരായി തീർന്നിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? അവർ ദൈവത്തെ അന്വേഷിക്കുന്നവരായി തീർന്നു. ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവർക്ക് സംതൃപ്തി നൽകുന്ന ദൈവം. അതുകൊണ്ട് ഭൂമിയിൽ പുഷ്ടിയുള്ളവർ ഭക്ഷിച്ച് ആരാധിക്കും എന്ന് പറഞ്ഞാൽ, on the earth those who are prospered by the Lord, they will eat and worship him. അവരാണ് ഭക്ഷിച്ച് ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ ഇത് ദൈവം നമുക്ക് നൽകുന്ന സംതൃപ്തിയെ കാണിക്കുന്നതാണ്. ഒരിക്കൽ നിങ്ങളും ഞാനും അങ്ങനെ ആയിരുന്നു. ഒരിക്കൽ ദൈവത്തോട് നിലവിളിച്ചവരാണ്. നിങ്ങളും ഞാനും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയവരാണ്. എന്നാൽ രക്ഷയ്ക്ക് വേണ്ടി നാം അവനെ നോക്കി,
ആ ദൈവത്തോട് നിലവിളിച്ചു. അവൻ നമ്മളെ തൃപ്തരാക്കി തീർത്തു. അവൻ തന്റെ വിലയേറിയ രക്ഷ നമുക്ക് ദാനമായി സൗജന്യമായി തന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ പുഷ്ടിയുള്ളവരായി തീർന്നു. വി ആർ പ്രോസ്പേർഡ് പീപ്പിൾ ബിക്കോസ് ദ ലോർഡ് ഹാസ് ബ്ലെസ്ഡ് us. ദൈവം നമ്മളെ അനുഗ്രഹിച്ചത് കൊണ്ട് നാം പുഷ്ടിയുള്ളവരായി തീർന്നു, സമൃദ്ധിയുള്ളവരായിട്ട് തീർന്നു. അവന്റെ സന്നിധിയിൽ നമുക്ക് ഭക്ഷിച്ച് ആരാധിക്കുവാൻ, സംതൃപ്തിയുള്ളവരായി സമൃദ്ധിയുള്ളവരായിട്ട് അവനെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയായി. എത്രയോ സന്തോഷകരമാണ്. എന്നാൽ ഇവിടേക്ക് നാം വരുമ്പോൾ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നവർ പുഷ്ടിയുള്ളവർ ഭക്ഷിച്ച് ആരാധിക്കുന്നതും, രണ്ടാമതായി പൊടിയിലേക്ക് ഇറങ്ങുന്നവർ അവനെ കുമ്പിടുന്നു എന്ന് കാണുന്നു. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവന്റെ മുമ്പാകെ കുമ്പിടും. അപ്പോൾ മരണത്തിലേക്ക് മാറ്റപ്പെട്ട് കഴിയുമ്പോഴും ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിട്ട് ആരാധിക്കുന്ന ഒരു ചിത്രം നമുക്കിവിടെ കാണുവാൻ കഴിയും. എന്നാൽ അവിടെ പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്ന ഒരു പ്രയോഗം തൻ്റെ പ്രാണനെ രക്ഷിക്കുവാൻ കഴിയാത്തവനും കൂടെ എന്നാണ് അവിടെ കാണുന്നത്. All those who go down to the dust will bow before him, even he who cannot keep his soul alive. തൻ്റെ പ്രാണനെ രക്ഷിക്കുവാൻ കഴിയാത്തവനും അവന്റെ മുമ്പാകെ കുമ്പിടും, അവനെ സ്തുതിക്കും, അവന്റെ മുമ്പാകെ ആരാധിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ തൻ്റെ പ്രാണനെ രക്ഷിക്കുവാൻ കഴിയാത്തവൻ, തൻ്റെ പ്രാണനെ വിടുവിക്കുവാൻ കഴിയാത്തവൻ, തൻ്റെ പ്രാണനെ ഒരു നിലയിലും നേടിയെടുക്കുവാൻ കഴിയാത്തവൻ, അവനാണ് ദൈവത്തെ കുമ്പിടും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെന്ത് കാണിക്കുന്നു? ഫിലിപ്പ് ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ 2-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്: അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇവിടെയും നമുക്ക് ആരാധനയുടെ ത്രിവിധമായ ചിത്രം വിശദമായി കിട്ടുകയാണ്. എന്താണ്? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും അതേ കർത്താവിനെ ആരാധിക്കും, ഭൂലോകരും അധോലോകരും അവനെ ആരാധിക്കും. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്വർഗത്തിലുള്ള ഭക്തന്മാർ ദൈവത്തെ ആരാധിക്കും, ഭൂമിയിൽ ഉള്ളവർ അവനെ ആരാധിക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ അധോലോകരും അവന്റെ മുഴങ്കാൽ മടക്കി യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി ഏറ്റുപറയുകയും ചെയ്യേണ്ടതായിട്ട് വരും. നാം ഇന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളും ഞാനും നമ്മുടെ പ്രാണൻ രക്ഷപ്പെട്ടു എന്ന് സന്തോഷത്തോടെ പറയുവാൻ കഴിയുന്നവരാണ്. നമ്മളിവിടെ വായിച്ചത് തൻ്റെ പ്രാണനെ രക്ഷിക്കുവാൻ കഴിയാത്തവനും കൂടെ എന്നാണ്. എന്നാൽ our spirit is saved by the Lord and our soul is being saved every day. നമ്മുടെ പ്രാണൻ അനുദിനം അവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ നാം രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഫിലിപ്പിയർ 2:10-11 കഴിഞ്ഞ്, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും വർക്കൗട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിംഗ്. വർക്കൗട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിംഗ്. വർക്കൗട്ട് യുവർ സാൽവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും എന്നുള്ള ആ പ്രയോഗം നിങ്ങളുടെ പ്രാണന്റെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നാണ്. അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവഭക്തൻ മരണത്തിൽ നിന്നും വിടുവിക്കപ്പെടുന്നത് അവൻ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ഒരു സൂചന നമുക്ക് ഇവിടെ നിന്നും കിട്ടുന്നുണ്ട്. നാം നമ്മുടെ പ്രാണനെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിശുദ്ധ ജീവിതം. അയോഗ്യമായി കർത്താവിന്റെ മേശയിൽ നിന്ന് തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നവനൊക്കെ ഈ അപ്പം സംബന്ധിച്ച് കുറ്റക്കാരനാകും, കർത്താവിന്റെ ശരീരം സംബന്ധിച്ച് കുറ്റക്കാരനാകും.
അവൻ ന്യായവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുകയാണ് എന്ന് നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പാപം ചെയ്തിട്ട് കർത്താവിൻ്റെ മേശയിലേക്ക് കൈനീട്ടുമ്പോൾ നിങ്ങളും ഞാനും ശാപഗ്രസ്തരായി നാമും മരണത്തിന് വിധേയരായി തീരുവാൻ, പ്രാണൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനപ്പുറമായി എന്നേക്കുമായി തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്. എന്നാൽ അവരും നമ്മുടെ കർത്താവിനെ വണങ്ങണം. നരകത്തിലേക്ക് പോകുന്നവരും നമ്മുടെ കർത്താവിനെ കുമ്പിട്ട് ആരാധിച്ചിട്ടേ പോവുകയുള്ളൂ എന്നുള്ള ഒരു സൂചന നമുക്ക് ഈ വേദഭാഗം നൽകുന്നുണ്ട്. അതെ, തൻ്റെ പ്രാണനെ രക്ഷിക്കുവാൻ കഴിയാത്തവനും കൂടെ അവനെ കുമ്പിട്ട് നമസ്കരിക്കും, അവനെ സ്തുതിക്കും. യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയേണ്ടിയും വരും. ഇന്ന് നിങ്ങൾക്കും എനിക്കും ജീവനുള്ളവരുടെ ദേശത്തായിരുന്നുകൊണ്ട് ദൈവം നൽകിയ സകല അനുഗ്രഹവും അനുഭവിച്ച് സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി അവനെ ആരാധിക്കുവാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ്. ഈ ആരാധന ഇവിടെ കൊണ്ട് അവസാനിക്കുകയല്ല, ഇത് തുടങ്ങിയതേ ഉള്ളൂ. നിത്യത മുഴുവൻ നാം അവനെ ആരാധിക്കും. ആ പ്രത്യാശയോടുകൂടെ നമുക്ക് അവൻ്റെ സന്നിധിയിൽ വീഴാം. നമ്മുടെ പ്രാണനെ അവൻ വിടുവിച്ചതുകൊണ്ട്, അധമ പാതാളത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചതുകൊണ്ട് നമുക്ക് നന്ദിയുള്ളവരായിട്ട് അവനെ ആരാധിക്കാം. നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് എത്ര വിലയേറിയതായിരുന്നു. തൻ്റെ മരണം മൂലം യേശുക്രിസ്തു നമുക്ക് ആ വീണ്ടെടുപ്പ് നൽകി. യേശുക്രിസ്തു തൻ്റെ ക്രൂശിലെ മരണത്താൽ തൻ്റെ രക്തം ചിന്തി നമ്മുടെ പ്രാണനെ വിലയ്ക്ക് വാങ്ങി നമ്മളെ വീണ്ടെടുത്തു. അതുകൊണ്ട് ആ വീണ്ടെടുപ്പിന് സ്നേഹമോർത്തുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ കാൽവരി ക്രൂശിലെ മരണം നിങ്ങളുടെയും എൻ്റെയും നീതീകരണത്തിനായിട്ടായിരുന്നു, നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പിനായിട്ടായിരുന്നു എന്നോർത്തുകൊണ്ട് നമുക്ക് നന്ദിയുള്ളവരായി നെടുമ്പാട് ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ വീണ് സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. ഒരു വാക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഇന്നും ജീവനുള്ളവരുടെ ദേശത്തായിരുന്നുകൊണ്ട് സന്തോഷത്തോടെ ദൈവം നൽകുന്ന സകല സമൃദ്ധിയും അനുഭവിച്ച് പുഷ്ടിയുള്ളവരായി ഭക്ഷിച്ച് ഞങ്ങൾക്ക് വ്യക്തികളായി, കുടുംബങ്ങളായി, സഭയായി ഞങ്ങളുടെ കർത്താവിനെ ആരാധിക്കുവാൻ ഭാഗ്യം തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. തേജോമയനായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ഓരോരുത്തരും നെടുമ്പാട് വീണ് അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു. പ്രിയ കർത്താവെ, ഞങ്ങളെ തേടി ഭൂമിയിലേക്ക് വന്ന് അവസാനത്തുള്ള രക്തവും ഞങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്ന് കാൽവറി ക്രൂശിൽ ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾക്ക് പകരമായി പ്രതിപകരയാഗമായി അങ്ങ് മരിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ മരണത്താൽ ഞങ്ങൾക്ക് നൽകിയ വീണ്ടെടുപ്പിനായിട്ട്, അങ്ങയുടെ രക്തത്താൽ ഞങ്ങൾക്ക് നൽകിയ ആ ശുദ്ധീകരണത്തിനായി, ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുവാൻ നൽകിയ അവകാശത്തിനായി, അധികാരത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയ പിതാവെ, ഞങ്ങളെ ഇത്രയ്ക്കും സ്നേഹിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ ആക്കി വെച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഇളയവരാകുന്ന ഞങ്ങൾ സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്നു. പ്രിയ പിതാവേ, ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.